പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാതെ കഴിക്കാൻ പറ്റുന്ന ദോശ ഉണ്ടാക്കാം ഇന്ന്. ഇത് 2 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. രാവിലെ ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് 1 കപ്പ് പച്ചരി കഴുകി 6 മണിക്കൂർ കുതിർത്ത് വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇതിലേക്ക് 1/4 കപ്പ് ചോറും കൂടി ഇടാം. ചോറ് ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് സ്മൂത്തായി അരച്ചെടുക്കാം. ഇതേപോലെ സോഫ്റ്റായി അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അരി അരച്ച അതേ ജാറിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഇടാം. കട്ട് ചെയ്ത പകുതി സവാളയും കൂടി ഇടാം. നമ്മുടെ ഇഷ്ടാനുസരണം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് ഇത് ഒതുക്കിയെടുക്കുക. അരക്കേണ്ട ആവശ്യമില്ല, ഒതുക്കിയെടുത്താൽ മതി. ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചതച്ചെടുക്കുന്നതിനാണ് ഒതുക്കിയെടുക്കുക എന്ന് പറയുന്നത്. ഒതുക്കിയെടുത്ത ഈ മിക്സ് മുഴുവനായി മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് അധികം എരിവില്ലാത്ത ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടത്. ഇത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ഇത്ര കട്ടി വേണ്ട, ഇത് കുറച്ചും കൂടി ലൂസാക്കി എടുക്കണം. അരി അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ കട്ടിയാകാനും പാടില്ല, എന്നാൽ അധികം ലൂസാകാനും പാടില്ല. ഇതുപോലെ ആയിരിക്കണം. ഇനി ഇത് ചുട്ടെടുക്കാം. പാനിലേക്ക് കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കൂലേ, അതേപോലെ തന്നെ. മേൽവശം വെന്തതിന് ശേഷം ഇതിൻ്റെ മേലൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചിടാം. സവാളയും ജീരകമൊക്കെ ഇട്ടതുകൊണ്ട് ഇത് നല്ലൊരു മണമായിരിക്കും വെന്ത് വരുമ്പോൾ. ഇത് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് മൊരിയിച്ചെടുക്കണം. തിരിച്ചും മറിച്ചു വിട്ട് തവി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പൊങ്ങി വരും. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഉള്ളിയും ജീരകമൊക്കെ മൊരിഞ്ഞ് വരുന്ന ഒരു മണമുണ്ടല്ലോ, സൂപ്പറായിരിക്കും. ഇത് കണ്ടോ, അരികുന്നൊക്കെ പൊങ്ങി വന്ന് കാണാൻ നല്ല ഭംഗിയില്ലേ? രാവിലത്തെ തിരക്കിനിടയിൽ ഇതുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, കാരണം ഇതിന് കുറച്ച് സമയം എടുക്കും ഇതുണ്ടാക്കാൻ. ഇങ്ങനെ ഇത് കണ്ടോ പൊങ്ങി വരുന്നത്. കുറച്ച് സമയം എടുത്ത് വേണം ഇതുപോലെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇത്രയും മതി. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ കറികളൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കാം. ഇത് നമ്മൾ നീലദോശ ചുട്ടെടുക്കൂലേ, അതേപോലെയും കൂടി ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഇത് അധികം മൊരിയിക്കേണ്ട ആവശ്യമില്ല. ഇതും മേൽവശം വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ചുട്ടെടുക്കുമ്പോൾ അരികുന്നൊക്കെ പെട്ടെന്ന് വിട്ട് വരും. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതേപോലെ ചുട്ടെടുത്താലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ആകുമ്പം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ചൂടോടെ കഴിക്കാൻ നല്ലതായിരിക്കും. നന്നായി മൊരിയിച്ചെടുത്താൽ ഈവനിങ് ചായേൻ്റെ കൂടെ കഴിക്കാനും നല്ലതായിരിക്കും. ഇത് ഒരുപാട് തണുത്ത് കഴിക്കുന്നതിലും നല്ലത് ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.